ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതുവരെ 29 ലക്ഷം ഭക്തരാണ് ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്രയുടെയും മണ്ഡലപൂജയുടെയും പശ്ചാത്തലത്തിൽ ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26-നാണ് മണ്ഡലപൂജ. തീർത്ഥാടനകാലം പകുതി പിന്നിട്ടപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം വരെ എത്തിയത് 28,93,210 പേരാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,45,703 ഭക്തരുടെ വർധനവ് ഇത്തവണ ഉണ്ടായി. തീർത്ഥാടനത്തിന്റെ തുടക്കത്തിൽ വെർച്വൽ ക്യൂ വഴിയാണ് കൂടുതലായി ഭക്തർ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വഴിയും നിരവധി പേരാണ് അയ്യപ്പ ദർശനം നടത്തുന്നത്. സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തുന്നവരുടെ എണ്ണം തുടർച്ചയായ 3-ാം ദിവസവും 22,000-ന് മുകളിലാണ്. കാനനപാതയായ പുല്ലുമേട്, എരുമേലി എന്നിവിടങ്ങളിലൂടെയും ഇപ്പോൾ കൂടുതലായി അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു. ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങൾ വിവിധ വകുപ്പുകൾ നടത്തിയിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട ക്യൂ എന്ന പരാതി ഇത്തവണ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അടിയന്തര വൈദ്യസഹായവും NDRF, ഫയർഫോഴ്സ്, ദേവസ്വം ബോർഡ്, വോളണ്ടിയർമാർ തുടങ്ങിയവരുടെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടതാണ്. മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി ഡിസംബർ 25, 26 തീയതികളിൽ വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗുകളിൽ ക്രമീകരണം എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡലപൂജ ദിവസമായ ഡിസംബർ 26-ന് 60,000 തീർത്ഥാടകരെയുമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അനുവദിക്കുകയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ഈ 2 ദിവസങ്ങളിലും 5,000 തീർത്ഥാടകരെ വീതമായിരിക്കും സ്പോട്ട് ബുക്കിംഗിലൂടെയും ദർശനത്തിന് അനുവദിക്കുക. അമൃത ന്യൂസ്, സന്നിധാനം.